അരവിന്ദ് കെജ്രിവാളുമായിട്ട് ഇ ഡി സംഘം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളിലാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. അനൂപ്, കെജ്രിവാളിനെ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ അദ്ദേഹവുമായി പുറത്തേക്ക് പോയിരിക്കുന്നു. ഇ ഡി ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം. വസതിക്ക് പുറത്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം. അരവിന്ദ് കെജ്രിവാളിനായി അവർ മുദ്രാവാക്യം വിളിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനായി പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കിടയിൽ തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വസതിയിലേക്ക് കയറിയതും അദ്ദേഹത്തെ 2 മണിക്കൂർ ചോദ്യം ചെയ്തതൊടുവിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാഹന വ്യൂഹം പുറത്തേക്ക് പോകുന്നതും. അർജുനിലേക്ക് പോവുകയാണ്, അർജുൻ പീതാംബറിലേക്ക്. അർജുൻ, ഇപ്പോൾ ഇ ഡി സംഘം അദ്ദേഹവുമായി വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. വാഹന വ്യൂഹം ഇവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എപ്പോഴേക്കാകും ഇനി ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തുക? അവിടേക്ക് കൂടുതൽ നേതാക്കളൊക്കെ, കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ, ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ടോ? ഇ ഡിയുടെ അടുത്ത നീക്കം എന്താവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സേതു, ഉദ്ദേശം ഒരു 20 മിനിറ്റ് മാത്രം. 20 മിനിറ്റിനകത്ത് തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തിക്കും. എനിക്ക് പുറകിൽ കാണുന്നതാണ് ഇ ഡി ആസ്ഥാനം. ഇവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പരിസരം മുഴുവൻ പോലീസിന്റെ ബന്ദോബസ്തിലാണ്, പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു 100 മീറ്റർ പരിസരത്തേക്ക് ഒരു വാഹനത്തെയും, പോലീസിന്റെയും ഇ ഡിയുടെയും ഒഴികെ, ഉദ്യോഗസ്ഥരുടെ ഒഴികെ ഒരു വാഹനത്തെയും ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. മറ്റു വണ്ടികളെല്ലാം തന്നെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പം മുൻപ്, മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഔദ്യോഗിക വസതിയിലെ സിവിൽ ലൈൻസിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് പോയിരിക്കുന്നത്. വൻ പോലീസിന്റെയും ഇടയും വാഹന വ്യൂഹത്തോടു കൂടിയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത്. ഏകദേശം ഉദ്ദേശം ഒരു 10-15 കിലോമീറ്റർ മാത്രം, അതായത് 20-30 മിനിറ്റിനകത്ത് താണ്ടാൻ പറ്റുന്ന ദൂരം തന്നെയാണ്. ഒരു കോൺവോയ് ആണ് വരുന്നത്, അതായത് വളരെ വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് എത്താനായിട്ട് സാധിക്കും. ഉദ്ദേശം ഒരു 30 മിനിറ്റിനകം തന്നെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം വ്യക്തമായിരിക്കുന്നത്. അതല്ലാതെ മറ്റ് എന്തെങ്കിലും ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ ഡോക്ടറെ ഇ ഡി ആസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ നടപടി ഉൾപ്പെടെ മുന്നോട്ട് പോകുക. എന്തായാലും കൃത്യമായിട്ട് ഇ ഡിയുടെ പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ പൂർണ്ണമായിട്ടും വീഡിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടി, ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്. ആ രീതിയിൽ ഇ ഡിയുടെ എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും. അത് എത്ര മണിക്കൂറുകൾ നീണ്ടു പോകും അല്ലെങ്കിൽ നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഇന്ന് രാത്രി ചോദ്യം ചെയ്യൽ നീളും. നാളെയും ഇതേ രീതിയിൽ തന്നെ ഡൽഹി മുഖ്യമന്ത്രി ഇവിടെ ഇ ഡി ആസ്ഥാനത്തെ ഈ ഗേറ്റ് ഓഫീസിനകത്ത് വെച്ച് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. അരമണിക്കൂറിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വഹിച്ചുകൊണ്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹന വ്യൂഹം, പോലീസിന്റെ എല്ലാം സംഘം ഇ ഡി ഓഫീസിലേക്ക് എത്തും. 3 വഴികളാണുള്ള, 3 വഴികളും പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അല്ലാതെ മറ്റാർക്കും അകത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ പ്രധാന ഗേറ്റ്, ഇ ഡി ഓഫീസിന് മുന്നിലുള്ള പ്രധാന ഗേറ്റ് കാണാം. ഇവിടെ ബാരിക്കേഡുകൾ വെച്ചെല്ലാം തന്നെ പൂർണ്ണമായിട്ടും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹത്തിന് മാത്രമായിരിക്കും ഇതിനകത്തേക്ക് പ്രവേശനമുണ്ടാവുക. അതിന് പിന്നാലെ വീണ്ടും ഈ ഗേറ്റുകളെല്ലാം തന്നെ അടയ്ക്കും. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരെ ഇതിന് പുറത്താണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. എന്തായാലും അല്പനിമിഷത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹത്തിന് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് യാതൊരുവിധ ബ്ലോക്കുകളും ഇല്ലാതെ പെട്ടെന്ന് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹത്തിന് ഡൽഹി ഇ ഡി ആസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ
പോലീസിന്റെ സംഘം ഇവിടെ കൊണ്ടുവന്ന് നടത്തിയിരുന്നു. ഇപ്പോൾ ആ സുരക്ഷ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. എന്തായാലും അല്പം മുൻപ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ആ വാഹനവ്യൂഹം പുറപ്പെട്ടിരിക്കുന്നു. ഇനി 20-30 മിനിറ്റിനകം തന്നെ ഇവിടേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തുമെന്നുള്ള കാര്യം തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അർജുൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ രാവും പകലും ഒന്നും ഇല്ലാതെ ചോദ്യം ചെയ്ത സംഘമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നമ്മൾ ഇതിന് മുൻപ് അവർ ചെയ്തിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ പരിശോധിച്ചാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് ഓരോ നേതാക്കളെയും ഒക്കെ ഓരോ കേസുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇഡിയുടെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലൊക്കെ അനുസരിച്ചാണെങ്കിൽ ഈ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ഒപ്പം തന്നെ കവിത, ഇവർ 3 പേരുമാണ് ഈ അഴിമതി കേസിലെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഇവർ പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ഒന്നിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാകുമോ ഇനി ഇഡി കടക്കുക? നിലവിൽ അത്തരത്തിലുള്ള നീക്കത്തിന് എന്തായാലും സാധ്യത. കാരണം നേരത്തെ തന്നെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളവർ ഉൾപ്പെടെ ഇതിനോടകം കസ്റ്റഡിയിലാണ്, അവർ റിമാൻഡിലാണ്, അവരെ വ്യത്യസ്തമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റന്നാൾ വരെയാണ് നിലവിൽ കവിത ഇപ്പോൾ ഇഡി കസ്റ്റഡിയിലുള്ളത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടർന്ന് വരുന്നു. എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇതുവരെയും ഇഡി കടന്നിട്ടില്ല. ഇതിനോടകം തന്നെ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ അറസ്റ്റിന് പിന്നാലെ ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആ വാദം, ആ ഹർജി അടിയന്തരമായി കേൾക്കണം, ഇന്ന് രാത്രി തന്നെ കേൾക്കണം എന്നുള്ള കാര്യം അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ ലീഗൽ സംഘവും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ കേൾക്കില്ല, ഇന്ന് രാത്രി കേൾക്കില്ല, നാളെ രാവിലെ മാത്രമായിരിക്കും അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ ഹർജി സുപ്രീം കോടതി കേൾക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുന്നു. അതായത് ഇന്ന് രാത്രി പൂർണ്ണമായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ ഇഡിക്ക് സാധിക്കും. ഇഡിക്ക് മുന്നിൽ യാതൊരുവിധ വെല്ലുവിളികളോ അല്ലെങ്കിൽ പ്രശ്നമോ ഇല്ല. ഈ അറസ്റ്റുമായിട്ട്, ഈ ചോദ്യം ചെയ്യലുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നാളെ മാത്രമായിരിക്കും സുപ്രീം കോടതി അറസ്റ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുക. തുടർന്ന് ഉത്തരവ് എന്തായാലും അത് നാളെ ഉണ്ടാവുള്ളൂ. അതായത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ എന്തായാലും ഇന്ന് രാത്രി ഉണ്ടാകുമെന്നുള്ള കാര്യം സേതു ചോദിച്ച ചോദ്യം, അതായത് മറ്റ് നേതാക്കൾ, കവിത ഉൾപ്പെടെയുള്ള നേതാക്കൾ, അവരെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് എന്തായാലും ആയിരിക്കില്ല ചോദ്യം ചെയ്യുക. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇതിനു മുമ്പും തന്നെ ഈ നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയിരുന്നു. അതായത് വ്യത്യസ്തമായി, ഒരുമിച്ചിരിക്കാതെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇതിനു മുമ്പ് തന്നെ പല കുറിയും നടത്തിയതാണ്. അരവിന്ദ് കെജ്രിവാളിനെ ഒറ്റയ്ക്കായിട്ട് ചോദ്യം ചെയ്യുക കാര്യമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും വിജയ് അറോറ ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ ലിസ്റ്റിലുള്ള പ്രധാനികളിൽ ഒരാളാണ്, വ്യവസായിയാണ്. അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് കണ്ടു. മാത്രമല്ല ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ട് എന്നുള്ള കാര്യം ഇഡിയുടെയും CBIയുടെയും എല്ലാം തന്നെ ചാർജ് ഷീറ്റിൽ ഉൾപ്പെട്ടിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇഡി അരവിന്ദ് കെജ്രിവാളിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് അന്വേഷിക്കാനും ആരംഭിച്ചത്. മാത്രമല്ല ഈ 9 സമൻസുകൾ, അതിൻ്റെ ഒരു നീണ്ടുന്ന ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ മൊഴിക്ക് അടക്കം അതിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലായിരിക്കും എന്തായാലും നടക്കാൻ പോകുക. അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഇവിടേക്ക് എത്തും. മുതിർന്ന ഇഡി ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ, പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അല്പം മുൻപ് തന്നെ ഇഡി ആസ്ഥാനത്തേക്ക് എത്തി